അപ്പോൾ നമ്മൾ ഒ പിയിൽ സാധാരണമായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ഈ രോഗികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഡോസ്, ഫോർ എക്സാമ്പിൾ അസുഖം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഡോസ് ചിലപ്പോൾ HCQ ഡെയിലി കഴിക്കുന്നത് ചിലപ്പോൾ 1.5 നേരം കഴിക്കും, അല്ലെങ്കിൽ മെത്തോട്രെക്സേറ്റ് 2 നേരം 20 mg രാവിലെ 10 വൈകിട്ട് 10 ആണെങ്കിൽ 1 നേരം കഴിക്കും. പിന്നെ ഒരു ശനിയാഴ്ച കഴിക്കാതെ നോക്കും. അത് കഴിച്ചിട്ട് കുഴപ്പമില്ല, അതിനെ പിന്നെ അത് ഗുളിക നിർത്തി നോക്കും. അപ്പോൾ ഡോക്ടർ നമ്മുടെയൊക്കെ പറയത്തില്ല, നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ടൊക്കെ പോകും. പക്ഷേ നമുക്കത് പലപ്പോഴും അസുഖം തിരിച്ചു വരുമ്പോഴായിരിക്കും ഡോക്ടർ പേഷ്യൻറ്റ് പറയുന്നത്, ഡോക്ടറെ എൻ്റെ ഞാൻ കുറച്ച് നാളായിട്ടൊന്നും തന്നെ നിർത്തി നോക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഇതൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക മണ്ടത്തരമാണ്. തന്നെ ഗുളിക അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ ആർത്രൈറ്റിസിൻ്റെ മരുന്നിൽ, അതായത് നമ്മൾ ഇത് ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് പണിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുളിക തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അസുഖം കൺട്രോൾ ആകത്തില്ല, ഒരു 3 മുതൽ 4 മാസം വരെ എടുക്കും, നമുക്കറിയാം. അതുപോലെ ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തിരിച്ച് വരത്തുമില്ല. അതായത് 2 ആഴ്ചയൊക്കെ മുടക്കിയാൽ 3ാമത്തെ ആഴ്ച തിരിച്ച് വന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം എടുത്തിട്ടായിരിക്കും അസുഖം തിരിച്ച് വരുന്നത്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതേ ഗുളിക അതേ ഡോസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ സാധാരണ പറയുന്ന എക്സാമ്പിൾ ഡയബറ്റീസിൻ്റെ ഡയബറ്റീസിൽ ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നു, ഒരു ദിവസം ഇൻസുലിൻ എടുത്തില്ല, പെട്ടെന്ന് ഷുഗർ 400 അടുത്ത ദിവസം എടുത്ത് വീണ്ടും കൺട്രോളായി. അതുപോലെ എല്ലാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സ. അതിൽ അസുഖം തിരിച്ച് വന്നു കഴിഞ്ഞാൽ നേരത്തെ മെത്തോട്രെക്സേറ്റ് 20 mg കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യൻറ്റ് മരുന്ന് മുടക്കി അസുഖം തിരിച്ച് വന്നാൽ വീണ്ടും അതേ ഡോസ് തുടങ്ങിക്കഴിഞ്ഞാലും അസുഖം കൺട്രോൾ ആകണമെന്നില്ല. ചിലപ്പോൾ അതിനേക്കാളും വലിയ ഡോസിലോട്ട് വേറെ മരുന്നിലേക്കോ പോകേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ആ മരുന്നിനോട് റെസിസ്റ്റൻസ് തന്നെ പേഷ്യൻറ്റ് വന്നേക്കാം, മരുന്ന് വർക്ക് ചെയ്യാതെ തന്നെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യരുത്. അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇങ്ങനെ അത് നമ്മൾ ബാക്കി പാരാമീറ്റേഴ്സ് വെച്ചിട്ട് രോഗിയുടെ എന്ത് രോഗമാണ്, ഏത് രോഗാവസ്ഥയാണ് നോക്കിയിട്ട് ഒരു ഗ്രാജുവലി നമുക്ക് ടേപ്പർ ചെയ്യാം. അസുഖം കൺട്രോൾ ആകുന്നത് വളരെ നല്ല കാര്യം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് മരുന്ന് കുറയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലാതെ നമ്മൾ എന്ത് പറ്റും, നമ്മൾ നാരായണത്തിൽ വന്നതിനെ പോലെ അവിടം വരെ എത്തിച്ച് റെമിഷൻ എത്തി അപ്പുറത്ത് എത്തിക്കുന്നതിന് മുമ്പ് തൊട്ട് വിട്ടാൽ വീണ്ടും താഴ്ത്തു വരും നമ്മൾ. പിന്നെ ഇത് ഒന്നെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങേണ്ടി വരും. ചിലപ്പോൾ അതിനെ ആദ്യത്തെക്കാളും മോശമായിരിക്കുന്നത് മാത്രമല്ല, ആദ്യം ജോയിൻറ്റ് മാത്രമാണെങ്കിൽ ചിലപ്പോൾ മരുന്ന് മുടക്കിക്കഴിഞ്ഞാൽ ജോയിൻറ്റോ അത് വേറെ ഏതെങ്കിലും ഓർഗനെയും കൂടി എഫക്റ്റ് ചെയ്താൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഡ്രഗ് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യരുത്.